ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെസ്സ് കളിക്കാറിയുമോ? ചെസ്സ് കളിക്കാത്തവർ ഉണ്ടോ എത്തിക്ക് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ചെസ്സ് കളിക്കുന്നത് നമുക്കാദ്യം നമുക്ക് ബോർഡ് നമ്മളിങ്ങനെ ഓരോ കോളത്തിന് ഓരോ പേരുണ്ട്. പേരൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ആദ്യം വെക്കേണ്ട രീതി പറയാം. ഇത് കണ്ടു, ബ്ലാക്കും രണ്ട് ഇതായിരിക്കും ഉള്ളത്. ബ്ലാക്ക് രാജാവും വൈറ്റ് രാജാവും കാണും. ഓക്കെ, കേട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പം വൈറ്റ് ക്യൂനും ബ്ലാക്ക് ക്യൂനും ഇതാണ്. ഈ രണ്ട് ക്യൂൻസാണ് ഏറ്റവും ആദ്യം മൂവ്മെൻറ്റ്സ് പറഞ്ഞുതരാം. ഇത് കണ്ടോ, ബിഷപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് വൈറ്റ് കോൺ, ഇപ്പോൾ വൈറ്റ് കോണാണെങ്കിൽ വൈറ്റ് കോണ്, ബ്ലാക്ക് കോണാണെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് കോണിൽ ഇങ്ങനെ പോവാം, ഇങ്ങനെ ഇൻഡുവായിട്ട് പോവാം. ഇപ്പോൾ ഇവിടെ നിന്നാൽ ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം. അടുത്ത നമുക്ക് നോക്കാൻ പോകുന്നത് ക്യൂനാണ്. ഇത് നമ്മുടെ മെയിൻ സാധനമാണ് ഈ ചെക്സിൽ. ഈ ചെക്സിൻ്റെ ഫുൾ ഇതും ഇതിനാണുള്ളത്. പിന്നെ എങ്ങോട്ട് വേണമെങ്കിൽ പോവാം, ഇങ്ങോട്ട് 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 പോവാം. ഇങ്ങനെ പല രീതിക്ക് പോവാം നമ്മുടെ ഈ ക്യൂന്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് പോണാണ്. ഇതിന് ഒരെണ്ണമെങ്കിൽ ആദ്യം മാത്രം രണ്ടോ ഒന്നോ പോവാം. ആദ്യം രണ്ട് പോയാൽ പിന്നെ ഒന്നൊന്ന് വെച്ചേ പോകാൻ പറ്റൂ. അടുത്ത നമുക്ക് ഏത് നോക്കും, നൈറ്റ് നോക്കാം. ഇതിന് ഇങ്ങനെ എൽ ഷേപ്പിൽ പോകാം ഗൈസ്. ഇങ്ങനെ എല്ല്. ഇപ്പം ഇവിടെ നിന്നെന്ന് വിചാരിച്ചോ, ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ, 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 ഇങ്ങനെ എൽ ഷേപ്പിൽ പോവാം. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാമില്ല ഗൈസ്. നമുക്ക് വെക്കേണ്ട രീതി പറഞ്ഞുതരാം. ഇവിടെ നൈറ്റ് വരും. ഇവിടെ ഇതിൻ്റെ പേര് റോക്ക് എന്നാണ്, കല്ലല്ല, അല്ലാത്ത റോക്ക്. ഇവിടെ ക്യൂൻ വരും. ക്യൂൻ ഇവിടെ വരും. രാജാവ് ഇവിടെ വരും. പോണെല്ലാം പോൺസ് കുറേ കാണും ഗൈസ്. ഈ ബോർഡ് ഫുള്ള് നിറയുള്ള പോൺസ് കാണും. ഈ പോൺസിന് മുഴുവൻ ആദ്യം സെൻറ്റർ വെക്കുക. ബിഷപ്പ് നൈറ്റ് ഈ രീതി വെക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഗൈസ് ഈ രീതി വെക്കണം. ഇത് നേരെ വൈറ്റും അപ്പുറത്തെ സൈഡിൽ അങ്ങനെ വെക്കണം. അത് കാണിച്ച് തന്നേക്കാം ഗൈസ്. നമുക്ക് ഈ രീതി വെച്ച് പോകണം. ഞാൻ കളി കാണിച്ചു തരാം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. എല്ലാം വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് വെക്കേണ്ടത്. നോക്കിയിട്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടോ എല്ലാം എടുത്ത് കളിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇതിനിങ്ങനെ പോവാം. ഞാൻ പറഞ്ഞല്ലോ മൂവ്മെൻറ്റ്സ്. ഇപ്പം ഇങ്ങനൊരു കളി കളിച്ചെന്ന് വിചാരിച്ചു. ഞാൻ റൂൾസ് പറഞ്ഞുതരാം. ഇപ്പം ഇങ്ങനെ കളി കളിച്ചു. ഇതിനെ നേരെ ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ ഇത് കണ്ടോ, ക്യൂവിനെ ഇങ്ങോട്ട് വെക്കാം. വേണമെങ്കിൽ വെച്ചാൽ മതി ഗൈസ്. അപ്പം ഈ സ്ക്വയർ നമ്മൾ ഇത് ചെയ്തു. ഇനിയും ഇതിന് ഇങ്ങോട്ട് വേണമെങ്കിൽ നീങ്ങാം. പക്ഷേ ഈ സ്ക്വയർ നമ്മൾ ക്യാപ്ചർ ചെയ്തു. ഇതും ക്യാപ്ചർ ചെയ്തു ഗൈസ്. ഇത് രണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിനെ വെട്ടിയെന്ന് വിചാരിച്ചു. നമ്മുടെ ക്യൂവിന് പിന്നെ നേരെ എടുക്കാന്നേ ഉള്ളൂ. ഫ്രീ ആയിട്ട് കിടക്കുവാണ്. ഇത് ഇങ്ങോട്ട് പോയി. നമ്മൾ അപ്പം എന്തുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് വെച്ചെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ്. പോണിനെ ഇങ്ങോട്ട് വെച്ച് നിങ്ങൾക്ക് ഞാൻ ചെക്ക് പറഞ്ഞു തരാം. ഞാനിപ്പം ഇതിന് ഇങ്ങോട്ട് വെച്ചു. ഇതൊരു ചെക്കാണ്. ചെക്കെന്ന് പറഞ്ഞാൽ കിങ്ങിനെ ഇപ്പം എന്തുവാ പറയുക, ബ്ലോക്ക് ആക്കുകയാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് മാറാം, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ടേക്ക് ചെയ്യാം. ഇപ്പം ടേക്ക് ചെയ്തു. ബിഷപ്പിനെ എടുത്ത് ഞാൻ നേരെ ഇവിടെ തന്നെ വെച്ചു. ഇവിടെ തന്നെ ഞാൻ കുതിര എടുത്ത് വെച്ചു. നമ്മുടെ നേരെ എന്താ ചെയ്യേണ്ടത്, ഈ കുതിര ഇങ്ങോട്ട് വെക്കുക. ഞാൻ ഇങ്ങോട്ട് വെച്ചു. ഇപ്പം വേണമെങ്കിൽ ഇതിനെ ക്യാപ്ചർ ചെയ്യാം. ഇപ്പം ക്യാപ്ചർ ചെയ്യാതെ ഇങ്ങോട്ട് വെച്ചെന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മൾ നേരെ എഡിറ്റ്
പോണ് വെക്കുക. ഇത് ഒരു ചെക്കാണ്, എൽ ഷേപ്പിൽ പോയി ചെക്ക് വേണമെങ്കിൽ വെട്ടാം, ഇല്ലെങ്കിൽ ഈ വഴിയേ ഉള്ളൂ. ഇപ്പം ഈ വഴി എടുത്ത് നമ്മുടെ എന്തോ ചെയ്യണ്ടേ, ഇതിനെടുത്ത് ഇങ്ങോട്ട് വെക്കുക. ഇനി ഞാൻ ഇതിനെടുത്ത് ഇങ്ങോട്ട് വെച്ചെന്ന് വെച്ചാൽ ഇത് ചെക്കാം, ഇതിങ്ങോട്ട് പുറമോട്ട് മാറി ഞാൻ ഇതിനെ എടുത്ത് നേരെ ഇങ്ങോട്ട് വെച്ചു. ഈ പോൺ ഇങ്ങോട്ട് കളിച്ച് നമ്മൾ ഇങ്ങോട്ട് വെച്ച് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വെച്ച് ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വെച്ചു. ഇത് എന്തുവാ തോറ്റില്ല, പക്ഷെ നമുക്ക് ഇതിനെ കൊണ്ട് ഇങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാം. ഞാൻ നേരെ ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് കളിച്ച് ഇപ്പോൾ ഇത് തോറ്റ്, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വെക്കാം വേണമെങ്കിൽ, പക്ഷെ വെച്ച് ഞാൻ നേരെ എടുത്ത് എന്തോ ചെയ്ത് ഇങ്ങോട്ട് വെട്ടി. ഇങ്ങോട്ട് വെട്ടുക. അത് ഏകദേശം കളി മനസ്സിലാവും. ഇനി നമുക്ക് കൂട്ടാൻ നോക്കാം. ഇത് വേണമെങ്കിൽ ഇനി ജയിക്കാൻ നമുക്ക് കുറേ സമയം എടുക്കും. നമുക്ക് കൂട്ടാൻ നോക്കാം ചെക്കിന്, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓക്കെ നോക്കട്ടെ, രാജാവിനെ നോക്കട്ടെ. രാജാവിന് കിട്ടി. ഇതിപ്പോൾ ഇങ്ങോട്ട് വെക്കുക. ക്യൂന് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു, ഇതിപ്പം ചെക്കാണ്. ഇങ്ങോട്ട് വെച്ചു. നമ്മുടെ റൂക്ക് രണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു ഇവിടെ. ഓക്കെ, ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അടുത്ത റോക്കിൻ്റെ ഒരു മൂവാണ്. ഇവിടെ വെച്ച് രാജാവിന് വേറെ വഴിയില്ല, ഇങ്ങോട്ട് നീങ്ങാനേ വഴിയുള്ളൂ. നമ്മൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വെക്കാം, ഇല്ലെങ്കിൽ വേണമെങ്കിൽ തോപ്പിക്കാന്ന് വെച്ചാൽ രാജാവിന് ഇങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല, റോക്കുണ്ട്. ഇങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല, റോക്കുണ്ട്. ഇങ്ങോട്ട് നീങ്ങി ക്യൂൻ വെട്ടും. ഓക്കെ, അപ്പോൾ ഒറ്റ വഴിയില്ല. ചെക്ക് മേഡ് എന്ന് ഇതിനെ പറയുന്ന ഈ മൂവിനെ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ എല്ലാം ബോർഡിൻ്റെ പേര് പറഞ്ഞുതരാം. ഇതാണ് 1A, A1 എന്ന് പറയും. ഇതിനെയാണ് ഇവിടെ കൊടുത്തേക്കുന്ന. ഇതെല്ലാം A1 ആണ് ഗൈസ്. അല്ല, ഇത് A1, AB, AC, AD, AE, AF, AG, AH. ഇവിടെ നേരെ ഇത് കൂട്ടി പറയണം ഗൈസ്. ഇത് 2H, 2G, 2F, 2E, 2D, 2C, 2B, 2A. ഇങ്ങനെ ഓരോ നമ്പർ വെച്ച് ഇത് നോക്കി പറയണം. ഇങ്ങനെയാണ് ഓരോ പൊസിഷൻസ് വരുന്നത്. നമ്മൾ ഏറ്റവും നോക്കണ്ടേ ഈ 4 സ്ക്വയേഴ്സ് ആദ്യം തന്നെ ഈ 3 സ്ക്വയേഴ്സ് ആദ്യം തന്നെ ഇതാണ്. ഈ 4 സ്ക്വയേഴ്സ് അത് കവർ ചെയ്യുവാണ്. ഇതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ. ചെസ്സിൻ്റെ ഒരു രീതിയാണിത്. ആ റൂൾസൊക്കെ കുറേ റൂൾസ് ഉണ്ട് ഗൈസ് ഇതിന്. പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറേ ഉണ്ട് ഇത്, അല്ല കുറേ റൂൾസ് ഉണ്ട്. കുറേയൊക്കെ അറിയാം. കളിക്കാൻ അറിഞ്ഞാൽ മതി ഗൈസ്, നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. എന്നും ശരിക്കും ഒരു സമയം വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും കാണാത്തുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ.